ഇന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം. മാധ്യമങ്ങൾ സമൂഹത്തിൽ വഹിക്കുന്ന പങ്കെന്താണ്? ആർക്കു വേണ്ടിയാണ് മാധ്യമങ്ങൾ നിലകൊള്ളുന്നത്? എന്തിനു വേണ്ടിയാണ് മാധ്യമങ്ങൾ നിലകൊള്ളേണ്ടത്? നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്നത് ഇപ്പോൾ നിലവിലുണ്ടോ? ഒരു ഖബർസ്ഥാനിൽ നിന്നും അർദ്ധരാത്രിയിൽ ഭീമാകാരമായ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആളുകൾ ഭയവിഹ്വലരായി ഓടിക്കൂടി. പക്ഷേ ആർക്കും ആ ശബ്ദം കേട്ടടുത്തേക്ക് പോകുവാനുള്ള ധൈര്യം വന്നില്ല. എന്നാൽ തീർത്തും സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ഒരാൾ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ധൈര്യസമേതം ഒറ്റയ്ക്ക് നടക്കുന്നുണ്ട്. അദ്ദേഹം പോയി നോക്കുമ്പോൾ നേരത്തെ മറ്റാർക്കോ വേണ്ടി തയ്യാറാക്കി വെച്ച ആ ഖബറിൽ നിന്ന് അഥവാ ആ കുഴിമാടത്തിൽ നിന്ന് ഒരു പശുക്കുട്ടിയുടെ ശബ്ദം കേൾക്കുകയാണ്. ആ പശുക്കുട്ടി ആ ഖബറിൽ അകപ്പെട്ട് അതിന് തിരിയാനും മറ്റും കഴിയാതെ ഞെരിഞ്ഞമരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ശബ്ദമായിരുന്നു അവർ കേട്ടത്. ഈ സംഭവം അദ്ദേഹം മറ്റുള്ളവരെ അറിയിക്കുന്നുണ്ട്. അദ്ദേഹം മറ്റുള്ളവരെ അറിയിക്കാൻ കാട്ടിയ ആ ധൈര്യം, മറ്റുള്ളവർ ഭയത്തോടെ നോക്കി നിന്നപ്പോൾ ഭയമില്ലാതെ മടിയില്ലാതെ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന ആ സാധാരണക്കാരൻ്റെ റോളാണ് ഇവിടെ മാധ്യമങ്ങൾ നിർവഹിക്കുന്നത്. അതാണ് മാധ്യമ പ്രവർത്തനം എന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയാൻ മടിക്കുന്ന, മറ്റുള്ളവർ ചെയ്യാൻ മടിക്കുന്ന, മറ്റുള്ളവർ അറപ്പോടെ വെറുപ്പോടെ ഭീതിയോടെ നിൽക്കുന്നിടത്ത് സധൈര്യം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുക എന്നതാണ് മാധ്യമ പ്രവർത്തനം. അതാണ് മാധ്യമങ്ങളുടെ റോള്. ഇക്കഴിഞ്ഞ ദിവസമാണ് അധികാരത്തിൻ്റെ കുഞ്ചിത സ്ഥാനത്തിരിക്കുന്ന രണ്ടു പേർ ഒരു സാധാരണക്കാരനായ ബസ് ഡ്രൈവറെ ട്രാഫിക് നിയമങ്ങളും സിഗ്നലുകളും തെറ്റിച്ച് തങ്ങളുടെ ഈ ബസ്സിൻ്റെ മുൻപിൽ തങ്ങളുടെ വാഹനം കുറുകെയിട്ട് ബ്ലോക്ക് ചെയ്ത് തങ്ങളുടെ അധികാര കർവ് കാണിച്ചത്. ഈ സംഭവം പുറം ലോകം അറിഞ്ഞത് മാധ്യമങ്ങളുടെ അന്വേഷണത്തിലൂടെയാണ്. അവർ തേടിപ്പോയ CCTV ക്യാമറ ദൃശ്യങ്ങൾ പക്ഷേ കള്ളം പറഞ്ഞില്ല. ഇതല്ലായിരുന്നുവെങ്കിൽ യദു എന്ന ആ പാവം KSRTC ഡ്രൈവർ അധികാരമുഷ്കിൻ്റെ ഇരയാകുമായിരുന്നു. കുപ്പിവെള്ളത്തിൽ പുഴുവിനെ കണ്ടാൽ, ഭക്ഷ്യവിഷബാധയേറ്റാൽ, ആശുപത്രിയിൽ ഡോക്ടർ തുന്നിയ മുറിവിനിടെ കത്രിക വയറിൽ മറന്നു വെച്ചാൽ, ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗി പീഡിപ്പിക്കപ്പെട്ടാൽ, അധികാരികൾ കൈക്കൂലി ആവശ്യപ്പെട്ടാൽ, സാധാരണക്കാരൻ്റെ ശബ്ദം ഉയരാത്ത രീതിയിൽ അയാളെ ബന്ധിയാക്കപ്പെട്ടാൽ, ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായി, നാവില്ലാത്തവൻ്റെ നാവായി, കണ്ണില്ലാത്തവൻ്റെ കണ്ണായി എന്നും മാധ്യമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫലസ്തീൻ യുദ്ധഭൂമി മാധ്യമപ്രവർത്തകരുടെ ചെഞ്ചോര കൊണ്ട് ചുടുചായം എഴുതുന്ന ഒരു ഭൂമിയാണ്. ധാരാളം പ്രഗത്ഭരും ധീരരുമായ മാധ്യമപ്രവർത്തകർ അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. തങ്ങളുടെ കയ്യിലിരിക്കുന്ന പേന കൊണ്ടും ക്യാമറകൾ കൊണ്ടും ഇസ്രയേൽ നടത്തുന്ന നരനായാട്ടുകൾ അവർ ലോകത്തെ അറിയിച്ചുകൊണ്ട് തന്നെയിരുന്നു. ഒരു പക്ഷേ ഫലസ്തീൻ ജനതയുടെ ഏറ്റവും മൂർച്ചയുള്ള ആയുധവും മാധ്യമങ്ങൾ തന്നെയാവാം, മാധ്യമപ്രവർത്തകരുമാവാം. മുൻപൊക്കെ പാശ്ചാത്യ ലോകം എന്താണോ ആധുനിക ലോകത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത് അവയൊക്കെയായിരുന്നു പരമാനന്ദ സത്യം എന്ന് ചിലരെങ്കിലും വിശ്വസിച്ചിരുന്നു. എന്നാൽ ആ ധാരണ പൊളിക്കുമാറ് പുതിയ കാഴ്ചപ്പാടുകൾ പിറന്നു. ഇന്ന് ഓരോ വ്യക്തിയും ഓരോ മാധ്യമങ്ങളാണ്, മാധ്യമ സ്ഥാപനങ്ങളാണ്. ചെയ്ത കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയാത്തത്ര വിധത്തിൽ ടെക്നോളജി വളർന്നു. നമുക്കറിയാം, കർണാടകയിൽ ഇപ്പോൾ ഒരു സെക്സ് ബോംബ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സെക്സ് പെൻ ഡ്രൈവ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2000-ഓളം 3000-ഓളം സ്ത്രീകളെ ഒരു അധികാരത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഒരു MP ക്രൂരമായ ബലാത്കാരങ്ങൾക്കും തൻ്റെ ഇച്ഛകൾക്കുമൊക്കെ വിധേയമാക്കി എന്നത് പുറത്തു വന്നത് മാധ്യമങ്ങളിലൂടെയാണ്. ആ ടെക്നോളജിയെ ഉപയോഗപ്പെടുത്തുന്നവർ ഇന്ന് പലതരത്തിൽ വിജയിച്ചു വരുന്നുണ്ട്. ഒരു പക്ഷേ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്നതെല്ലാം കെട്ടുകഥകളാകാം. പണം മുടക്കുന്നവൻ്റെ താല്പര്യം ഏതൊരു മാധ്യമ സ്ഥാപനത്തിനും ഉണ്ടാകും, ഒരുപക്ഷെ മാധ്യമ സ്ഥാപനത്തെയും നിയന്ത്രിക്കുന്നുമുണ്ടാകും. പക്ഷേ എങ്കിലും മാധ്യമ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് നീതിയും ധർമ്മവും ഇരക്കൊപ്പം നിൽക്കുക എന്നതുമാണ്. എന്നാൽ ഇന്ന് ഇരക്കൊപ്പം നിൽക്കപ്പെടുമ്പോൾ പോലും ഏത് മാധ്യമങ്ങളെയും ചാപ്പകുത്തപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യദു വിഷയത്തിൽ പോലും മാധ്യമങ്ങളാണ് കുറ്റക്കാർ, മാധ്യമങ്ങൾ അധികാരസ്ഥാനത്തിരിക്കുന്നവരെ വേട്ടയാടുന്നു എന്ന് പോലും പറയുന്ന ആളുകളും സാഹചര്യവും നമ്മുടെ മുൻപിലുണ്ട്. മാധ്യമങ്ങൾ കണ്ണു ചിമ്മിയാൽ ഇവിടെ അനീതിയാകും വിളയാടുക.
പലപ്പോഴും മാധ്യമങ്ങൾ ഭരണകൂട കോപത്തിന് പാത്രമാകാറുമുണ്ട്. തങ്ങൾക്കിഷ്ടമില്ലാത്തത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ആ മാധ്യമം അവരുടെ ശത്രുവായി കാണുന്ന കാഴ്ചയാണ്. ഇത്തരക്കാരെ ആദ്യം ഭീഷണിപ്പെടുത്തും, പിന്നെ പ്രലോഭിപ്പിക്കും. അതിനും വഴങ്ങിയില്ലെങ്കിൽ അവയെ വിലക്കെടുത്ത് തങ്ങളുടെ ഇംഗിതങ്ങൾ നടപ്പിലാക്കുന്ന മൂലധന ശക്തികൾ വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ എങ്ങും കണ്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ അധികാരികളുടെ ഇച്ഛകൾക്കനുസരിച്ച് പോകണമെന്ന് ചില കേന്ദ്രങ്ങളുടെ മാധ്യമ ഉപദേശങ്ങളും നമ്മളൊക്കെ സമീപകാലത്ത് കേൾക്കുകയാണ്, കാണുകയാണ്. സർക്കാരുകൾ നൽകുന്ന വാർത്തകൾ അപ്പാടെ വിഴുങ്ങി റിപ്പോർട്ട് ചെയ്യുന്ന പ്രവണതകൾ മാധ്യമ മേഖലയിൽ ഇപ്പോൾ കൂടി വരുന്നുണ്ട്. അവിടെ സത്യമാണോ സർക്കാർ പറയുന്നത് എന്ന അന്വേഷണത്തിൻ്റെ തൽപരത കുറഞ്ഞു വരുന്നു. അന്വേഷണാത്മക പത്രപ്രവർത്തനങ്ങൾ കുറഞ്ഞതും മൂലധന ശക്തികളുടെ ഇത്തരത്തിലുള്ള ഭീഷണികളും പ്രവർത്തന സ്വാതന്ത്ര്യമില്ലായ്മയും മാധ്യമങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. അതോടൊപ്പം തന്നെ തങ്ങൾ ഇഷ്ടപ്പെടുന്ന മാധ്യമ സ്ഥാപനത്തിൽ തങ്ങൾക്കിഷ്ടമില്ലാത്തതൊന്നും കടന്നു വരാൻ പാടില്ല എന്ന ദുർവാശിയും മാധ്യമങ്ങൾ പ്രതിനിധീകരിക്കുന്ന മറ്റൊരു വെല്ലുവിളി തന്നെയാണ്. മാധ്യമ സ്ഥാപനങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും എണ്ണം ദിനം പ്രതി വർദ്ധിക്കുമ്പോഴും ആഗോളതലത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം വെല്ലുവിളി നേരിടപ്പെടുന്നു എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ വർത്തമാനം.